പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്ന് അമ്മയുടെ ജനന തിരുനാളാണ്, സെപ്റ്റംബർ 8. ഈ ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാ മക്കൾക്കും നേരുകയാണ്. പ്രിയ ദൈവജനമേ, നിങ്ങൾക്കെന്നെ കൊല്ലാനാകും, എന്നാൽ തോൽപ്പിക്കാനാവില്ല. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ വിശ്വവിഖ്യാതമായ ഒരു കൃതിയുണ്ട്, ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ, കിഴവനും കടലും. അതിലെ നായക കഥാപാത്രമായ സാന്റിയാഗോ എന്ന വൃദ്ധൻ തന്നെ ക്ഷതപ്പെടുത്തുന്ന, തന്നെ വ്രണപ്പെടുത്തുന്ന മത്സ്യങ്ങൾ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്ന രംഗമാണ്, നിങ്ങൾക്കെന്നെ കൊല്ലാനാകും, എന്നാൽ തോൽപ്പിക്കാനാവില്ല. പരിശുദ്ധ കന്യകാമറിയം തന്റെ ജീവിതത്തിലുടനീളം അനുഭവിച്ച വേദനകളും സങ്കടങ്ങളും ക്ഷതങ്ങളും വ്രണങ്ങളും ഒരിക്കലും ആ അമ്മയുടെ വിശ്വാസത്തെയോ ആത്മാഭിമാനത്തെയോ തച്ചുടയ്ക്കുവാൻ പോരുന്നതായിരുന്നില്ല. പിന്നെയോ അത് വാനോളം ഉയർത്തുകയാണ്. എപ്പോഴാണ് മറിയം എന്ന കന്യക പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചത്? നമ്മുടെ ഏറ്റവും പ്രശസ്തനായ കോട്ടയത്തെ ഒഴുവൂർ ജനിച്ച കോച്ചേരി രാമൻ നാരായണൻ എന്ന മനുഷ്യൻ എപ്പോഴാണ് KR നാരായണനായിട്ട് രൂപാന്തരം പ്രാപിച്ചത്? ഹരിജൻ എന്ന ആ പദത്തിലൂടെ തന്റെ സഹപാഠികളും അധ്യാപകരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ അവഹേളിച്ചപ്പോഴും, ദാരിദ്ര്യം പട്ടിണി രൂപത്തിൽ തന്റെ കുടുംബത്തിലേക്ക്, തന്റെ ബാല്യത്തിലേക്ക് കടന്നു വന്നപ്പോഴും, സ്കൂൾ ഫീസ് അടയ്ക്കുവാനില്ലാതെ നിവൃത്തിയില്ലാതെ സ്കൂളിൽ നിന്നും ക്ലാസ്സിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തപ്പെടുമ്പോഴുമൊക്കെ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തിൽ ക്ഷതമേറ്റു എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെയോ അത് ആത്മാഭിമാനം വാനോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ബാലൻ പടിപടിയായിട്ട് ഉയർന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അത് യൂണിവേഴ്സിറ്റി കോളേജിൽ ചേരുകയും ആ വർഷത്തെ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറായിട്ട് 1ാം റാങ്കോടെ പാസ്സാവുകയും, അന്നത്തെ കാലത്ത് യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്കോടെ പാസ്സാകുന്നവർക്ക് നേരിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ ലെക്ചറർ പോസ്റ്റ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുക പതിവാണ്. എന്നാൽ അദ്ദേഹം താഴ്ന്ന ജാതിയിലായിരുന്നുകൊണ്ട്, ഹരിജൻ എന്ന ആ പദത്തിന്റെ ഉടമയായതുകൊണ്ട് അന്നത്തെ ദിവാനായ സർ CP രാമൻ നായർ അദ്ദേഹത്തിന് അത് തിരസ്കരിക്കുകയാണ്. എന്നാലും അദ്ദേഹം തളർന്നില്ല, പോരാട്ടം തുറന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഡൽഹിയിലേക്ക് വണ്ടി കയറി. പിന്നീട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അദ്ദേഹം ഉന്നത പഠനം നടത്തുകയും അവിടെ തന്നെ ജോലി നേടുവാനായിട്ട് അവിടുത്തെ പ്രൊഫസറായ ഹാരോൾഡ് ലാസ്കിയുടെ ഒരു കത്തുമായി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കാണുകയും ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ വിദേശകാര്യ വകുപ്പിൽ ഒരു ജോലി സ്ഥിരപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇത് നമ്മൾ ചരിത്രമാണ്. അദ്ദേഹം പിന്നീട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി, പിന്നീട് കേന്ദ്രമന്ത്രിയായി, ഉപരാഷ്ട്രപതിയായി. 1997 അദ്ദേഹം ഭാരതത്തിന്റെ, ഇന്ത്യയുടെ ഏറ്റവും അഭിമാനത്തോടെ നിൽക്കുന്ന വ്യക്തിത്വമായിട്ട് ഉയർന്നു രാഷ്ട്രപതിയായിട്ട് അദ്ദേഹം മാറുകയാണ്. നിങ്ങൾക്കെന്നെ കൊല്ലാനാകും, എന്നാൽ ഒരിക്കൽ തോൽപ്പിക്കാനുമില്ല. ഒരുപക്ഷെ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം ഇത് തന്നെയാണ്. ജവാക്കിന്റെയും അന്നയുടെയും മകളായി അവരുടെ വയസ്സുകാലത്ത് ജനിച്ച ഒരു മകളാണ്. ശ്രദ്ധിക്കണം, അവർ രണ്ടുപേരും ഒരുപാട് വേദനകൾ അനുഭവിച്ചവരാണ്, സഹനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്, പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്, അപമാനം നേരിട്ടവരാണ്. മക്കളില്ലാത്തതിന്റെ പേരിൽ വയസ്സാം കാലത്താണ് അവർക്ക് കന്യകയായ മറിയത്തെ അവർക്ക് മകളായിട്ട് ലഭിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ആ അമ്മയും ആ അപ്പനും ദൈവവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആത്മാഭിമാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഊന്നിയ ജീവിതം കാഴ്ചവെച്ചു കഴിഞ്ഞപ്പോൾ പുരോഹിതൻ പോലും അവരൊക്കെ പരിഹസിച്ചെന്ന് പറയുക, നീ എന്തിനാണ് ദൈവത്തിന് ബലി അർപ്പിക്കുന്നത്? നിന്റെ ബലി ദൈവത്തിന് സംപ്രീതനാവുന്നില്ല എന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അവഹേളിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. പിന്നെയോ അതിനെ കൂടെ പിടിച്ചുകൊണ്ട് ദൈവത്തെ ആശ്രയിക്കുവാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുകയാണ് ചെയ്യുക. കന്യകയായ മറിയം ഈ ഭൂമിയിലേക്ക് വന്ന ശേഷം 14 വയസ്സ് മുതൽ അവളുടെ ജീവിതം തിക്താനുഭവങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും നീണ്ട നിര തന്നെയായിരുന്നു. 14 വയസ്സിൽ പുത്രനായ യേശു ക്രിസ്തു ജന്മം കൊടുക്കണമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് അവളിലേക്ക് മാലാഖ വന്നു കഴിഞ്ഞപ്പോൾ അവൾ സംശയത്തോടെയാണ് ഇതിനെ നോക്കി കണ്ടത്. എന്നാൽ ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവം തന്റെ മാതാവാകാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു സംശയവും കൂടാതെ അവൾ തന്നെ സമർപ്പിക്കുകയാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ സംഭവിക്കട്ടെ. അന്ന് മുതൽ തുടങ്ങിയ അവളുടെ ജീവിതം, അവളുടെ മരണം വരെയും അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നവരെയും സഹനങ്ങളും ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും മാത്രമായിരുന്നു. തന്റെ മകനെ കുറിച്ചുള്ള ആവലാതികൾ, തന്റെ കുടുംബത്തെ കുറിച്ചുള്ള അസ്വസ്ഥതകൾ ഈ അമ്മയെ ഒന്നും തളർത്തിയില്ല എന്ന് വേണം നമുക്ക് വിശ്വസിക്കുവാനായിട്ട്. എന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്നുള്ള പ്രവാചകന്റെ വാക്കുകളെ ശക്തമായി സ്വീകരിച്ചുകൊണ്ട് അതിനെയൊക്കെയും ധീരതയോടെ നേരിട്ട സൗന്ദര്യവതിയായ മഹനീയമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് പരിശുദ്ധ കന്യക മാറുകയാണ്. ആത്മാഭിമാനത്തെ വാനോളം ഉയർത്തുവാൻ, ലോകത്തിന് മുഴുവനും ഭാഗ്യം കൊടുക്കുവാൻ, ലോകത്തിന് മുഴുവൻ ഭാഗ്യവതിയായിട്ട് അവതരിപ്പിക്കപ്പെടുവാനായിട്ട് അവർ തയ്യാറാവുകയാണ്.
അവളുടെ ലാളിത്യവും വിനയവും അവളുടെ ദൈവവിശ്വാസവും ദൈവാശ്രയബോധവും ആ കന്യകയായ മറിയത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് അവളുടെ സ്തോത്രഗീതത്തിൽ ഇപ്രകാരം കാണുക, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഇതാ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നൊക്കെ. ദൈവത്തിന് മുൻപിൽ നിസ്സാരമായി ജീവിച്ച് എളിമയോടെ ജീവിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ പുത്രന് വേണ്ടി ലോകത്തിനു വേണ്ടി ത്യാഗവും സഹനവും ഏറ്റെടുത്ത വഴിയായിട്ട് ആ കന്യകാ മറിയം പരിശുദ്ധ കന്യകാ മറിയത്തിലേക്ക് രൂപാന്തരം സാധിച്ചു. അവൾ ക്രിസ്തു കാണിച്ചു കൊടുത്തപോലെ ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോട് പറഞ്ഞതുപോലെ അവളെ നമുക്കായി നൽകി നമ്മുടെ ലോകത്തിന്റെ അമ്മയായിട്ട് ആ കന്യകയെ ആ അമ്മയെ സമ്മാനിക്കുകയാണ്. ഈ അമൃത്യനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, നമ്മുടെ ജീവിതം തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോഴൊക്കെയും നമ്മുടെ ജീവിതത്തെ നിരാശയിലേക്ക് നയിക്കാതിരിക്കട്ടെ. സമാധാനത്തോടെ ശാന്തതയോടെ നേരിടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സാന്റിയാഗോ എന്ന വൃദ്ധനായ ആ നായകഥാപാത്രം പറയുന്നത് പോലെ നിങ്ങൾക്കെന്നെ കൊല്ലാനാകും, തോൽപ്പിക്കാനാകില്ല എന്ന വലിയ വിശ്വാസത്തോടെ ബോധ്യത്തോടെ നമ്മുടെ ജീവിതങ്ങളെ കരുപിടിപ്പിക്കാൻ സാധിക്കട്ടെ.